Hello good people, this is Shankar from Music Production Hub. ഇന്ന് നമ്മുടെ സിസ്റ്റം ഇൻ്റഗ്രേഷൻ വീഡിയോയുടെ 7th എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു മദർബോർഡാണ്. നമ്മൾ അതർ കമ്പോണൻസ് എല്ലാം തന്നെ ഓൾറെഡി അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനലി ഉള്ളത് മദർബോർഡും അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ കേസുമാണ്. സോ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു മെയിൻ കമ്പോണൻ്റാണ് നമ്മുടെ മദർബോർഡ് എന്ന് പറയുന്നത്. മദർബോർഡിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അൺബോക്സ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പോണൻസും വന്ന് ജോയിൻ ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു ബിൽഡിൽ യൂസ് ചെയ്യുന്ന മദർബോർഡ് എന്ന് പറയുന്നത് ജിഗാബൈറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ B365M DS3H എന്ന് പറഞ്ഞ ബോർഡാണ്. ജിഗാബൈറ്റ് ഓൾറെഡി ഒരു ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ്. നമ്മളെ SSD ഒക്കെ ജിഗാബൈറ്റിനെ അൺബോക്സ് ചെയ്തിരുന്നു. സോ ഈ B365M DS3H എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. അപ്പോൾ ഒരു മദർബോർഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രോസസ്സറിൻ്റെ സോക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ദാറ്റ് മീൻസ് നമ്മുടെ പ്രോസസ്സറുടെ ജനറേഷൻ, അതിൻ്റെ സോക്കറ്റ്, അതിൻ്റെ പിന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ മദർബോർഡ്സ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മദർബോർഡ് 9th ജനറേഷൻ ഓഫ് ഇൻ്റൽ പ്രോസസ്സേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ 8th സപ്പോർട്ട് ചെയ്യും. 8th 9th സെയിം സോക്കറ്റാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 8th 9th സപ്പോർട്ട് ചെയ്യും. 1151 ആണ് അതിൻ്റെ പിൻ നമ്പർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നമ്മൾ അടുത്ത് നോക്കേണ്ടത് ഇതിൻ്റെ ചിപ്സെറ്റാണ്. ചിപ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മദർബോർഡിൻ്റെ അകത്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് സ്റ്റോറേജും USB-യും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു മെയിനായിട്ടൊരു ചിപ്സെറ്റ് കാണും. ആ ഇൻ്റലിൻ്റെ ചിപ്സെറ്റിനെ നമ്മൾ പല നമ്പേഴ്സിൽ അറിയപ്പെടുന്നുണ്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ ദി പ്രൈസും പെർഫോമൻസും ഓപ്ഷൻസും അനുസരിച്ചിട്ട്. ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ബില്ലിൽ വരുന്ന ചിപ്സെറ്റ് B365 ആണ്. അപ്പോൾ ഇൻ്റലിൻ്റെ 9th ജനറേഷൻ പ്രോസറുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചിപ്സെറ്റ് B365 ആണ്. ഇനി നമുക്ക് കുറച്ചുകൂടി ഹൈ എൻഡ് ആയിട്ടുള്ള, ഹൈ എൻഡ് മീൻസ് മാക്സിമം ഹൈ പെർഫോമൻസ് വരുന്ന ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് Z390 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. H390 ഉണ്ട്, Z370 ഉണ്ട്, അങ്ങനെ പല സീരീസിലുള്ള ചിപ്സെറ്റുകളുണ്ട്. സോ B365 എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ആയിട്ട് ലെവലുള്ള പെർഫോമൻസിലുള്ള ഒരു നല്ല ചിപ്സെറ്റാണ്. അപ്പോൾ B365M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മൈക്രോ ATX, നമ്മുടെ മദർബോർഡിൻ്റെ സൈസാണ്. നമുക്ക് മദർബോർഡ് മെയിനായിട്ടൊരു 4 ഡിഫറെൻറ്റ് സൈസസ് പറയാം. മിനി ITX, മൈക്രോ ATX, ഫുൾ ATX, പിന്നെ അതുപോലെ ATX ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന മദർബോർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ATXും ATXുമാണ്. അപ്പോൾ ATX എന്ന് പറയുന്നത് കുറച്ചുകൂടി ലാർജർ ആയിരിക്കും. മൈക്രോ ATX നമുക്ക് കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയിട്ടിരിക്കും. നമുക്ക് ചെറിയ ക്യാബിനറ്റുകളിലും അതുപോലെ തന്നെ കോമ്പാക്റ്റ് ആയിട്ട് കൊണ്ടു നടക്കാവുന്ന സിസ്റ്റങ്ങളിലൊക്കെ തന്നെ നമുക്ക് മൈക്രോ ATX വയ്ക്കാം. പെർഫോമൻസ് ഒന്നും കുറയുന്നില്ല, നമുക്ക് സെയിം ചിപ്സെറ്റ് തന്നെ കിട്ടും. നമുക്ക് ഫുൾ ATXിൽ വരുന്ന ചിപ്സെറ്റ് തന്നെ കിട്ടും. പക്ഷേ നമുക്ക് 1-2 എക്സ്പാൻഷൻ സ്ലോട്ടുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകും. സോ അതൊരു വലിയ പ്രോബ്ലം അല്ല. നമ്മൾ ഒരുപാട് എക്സ്പാൻഷൻ കാര്യങ്ങൾ ചെയ്യുന്നില്ല, നമ്മൾ ഇതിലിരിക്കുന്ന ഫീച്ചേഴ്സിൽ സാറ്റിസ്ഫൈഡ് ആണ്. ചെറിയ തോതിലുള്ള അപ്ഗ്രേഡേഷൻസ് ഒക്കെ ഉള്ളുവെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു മദർബോർഡ് ഫിറ്റ് ആയിരിക്കും. പിന്നെ ബാക്കിയുള്ളത് ഇതിൻ്റെ മോഡൽ നമ്പറാണ്. അപ്പോൾ B365M DS3H ആണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ജിഗാബൈറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ജിഗാബൈറ്റിൻ്റെ അൾട്രാ ഡ്യൂറബിൾ എന്ന് പറഞ്ഞ സീരീസിൽ വരുന്ന മദർബോർഡാണത്. അപ്പോൾ ജിഗാബൈറ്റിൻ്റെ കുറേ സീരീസ് ഉണ്ട്. ORS എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്, ഗെയിമിംഗ് സീരീസ് ഉണ്ട്, അതുപോലെ അൾട്രാ ഡ്യൂറബിൾ എന്ന് പറഞ്ഞ സീരീസാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മദർബോർഡാണ്. നമുക്ക് നല്ലൊരു മോഡറേറ്റ് ആയിട്ടുള്ള പ്രൈസിലാണ് ഈ ബോർഡ് കിട്ടുന്നത്. ബിലോ 10,000 rupees ഈ ബോർഡിന് വരുന്നുള്ളൂ. നമുക്കപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കാം. ഇവിടെ ഒരു സീലുണ്ട്. ആ സീല് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോർഡ് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ മദർബോർഡിൻ്റെ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് സാറ്റ കേബിളാണ് വരുന്നത്. സാറ്റയുടെ ഡാറ്റ കേബിളാണ്. 2 കേബിളാണ് കൂടെ കിട്ടുന്നത്. നമുക്ക് മുമ്പൊക്കെ മദർബോർഡുകളുടെ കൂടെ 4ഉം 6ഉം ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നു. പിന്നേക്കത് സാറ്റ ഡ്രൈവുകളുടെ ഉപയോഗം കുറയുന്നതുകൊണ്ട് തന്നെ മദർബോർഡ് മാനുഫാക്ചറേഴ്സ് അധികം കേബിൾസ് വയ്ക്കാറില്ല. പക്ഷേ നമുക്ക് 2ൽ കൂടുതലുണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ബില്ലിൽ 4 ഡ്രൈവ്സ് വരെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എക്സ്ട്രാ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ മദർബോർഡ് എന്ന് പറയുന്നത്. മദർബോർഡ് ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. കാര്യം ഒരുപാട് ഇലക്ട്രോണിക് കമ്പോണൻസ് ഉണ്ട്. നമ്മുടെ കയ്യിലെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൊണ്ട് കംപ്ലൈൻറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യും. മാക്സിമം നമ്മൾ ഈ പറഞ്ഞ പാർട്സിലൊക്കെ നമ്മൾ ബോർഡ് പിക്ക് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ ബാക്കിലൊരു സോക്കറ്റിൻ്റെ ഇത് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇവിടേക്കായിട്ട് നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് എടുക്കുന്നതിന് കുഴപ്പമില്ല. മാക്സിമം ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെ, പ്രത്യേകിച്ചും ICയുടെ മോഡലൊക്കെ നമ്മൾ ടച്ച് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ബോർഡ്. ഇതൊരു ആൻറ്റി സ്റ്റാറ്റിക് ബാഗാണ്. ദാറ്റ് മീൻസ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അങ്ങോട്ട് എഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ളൊരു ബാഗാണ്. നമുക്ക് ബോർഡ് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്കിതിൽ ചെറിയൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് റെഫർ ചെയ്യാം നിങ്ങൾ. കാര്യം മദർബോർഡിലുള്ള ബേസിക് കമ്പോണൻസിൻ്റെ ലേഔട്ട് നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ എൻ്റെ ഏറ്റവും ആദ്യത്തെ സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി അസംബ്ലിങ്ങിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഈ മാനുവൽ, ഈ മദർബോർഡിൻ്റെ കൂടെ കിട്ടിയ മാനുവൽ വായിച്ച് നോക്കിയ ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഒരു CPU എടുത്ത് സോക്കറ്റിൽ വെക്കുന്നതും ഫിറ്റ് ചെയ്യുന്നതും RAM കണക്ട് ചെയ്യുന്നതും. അതിനു മുമ്പ് എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ പഠിച്ചിട്ടുമില്ലായിരുന്നു. ഞാൻ പഠിക്കാതെയാണ് ആക്ച്വലി എൻ്റെ ഫസ്റ്റ് സിസ്റ്റം ബിൽഡ് ചെയ്തത്. പക്ഷേ അതിനെന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു യൂസർ മാനുവലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ CPU കൂളർ അൺബോക്സ് ചെയ്തപ്പോൾ അതിനകത്തുള്ള മാനുവൽ ഇൻസ്റ്റാളേഷൻ നോക്കാൻ പറഞ്ഞിരുന്നു. സോ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു നോർമൽ യൂസർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ രീതിയിലായിരിക്കും അവർ മാനുവൽസ് കൊടുത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ബേസിക് മാനുവൽ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. നമുക്ക് എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് മദർബോർഡിൻ്റെ ഒരു ബാക്ക് പ്ലേറ്റ് ആണ്.
ഈ ഒരു ബാക്ക് പ്ലേറ്റാണ് നമ്മൾ കേസിൻ്റെ റിയർ സൈഡിൽ ഫിറ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഹൈ എൻഡ് ബോർഡാണെങ്കിൽ ഈ ബാക്ക് പ്ലേറ്റ് ബോർഡിൽ തന്നെ ഫിക്സഡ് ആയിട്ടായിരിക്കും വരിക. വുഡോൾഡ് ഡ്രൈവർ DVD ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇത് യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. കാര്യം ഞാൻ ഈ ചെയ്യാൻ പോണ ബിൽഡിൻ്റെ അകത്ത് CD DVD ഡ്രൈവ്സോ യൂസ് ചെയ്യുന്നില്ല. സോ നമ്മളത് ഡൗൺലോഡ് ചെയ്തിട്ടായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിൽ വരുന്നത്. അപ്പോൾ ഞാൻ ആക്സസറീസൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു. നമുക്ക് ബോർഡൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഞാനിതിലെ ബേസിക് കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് CPUവിൻ്റെ പവർ എക്സ്ട്രാ കണക്ട് ചെയ്യുന്ന 8 പിൻ വരുന്ന സോക്കറ്റ്. ഇതിൻ്റെ പവർ ഫേസിംഗ് ആണ്. 4+2 ആണ് ഇതിൻ്റെ പവർ ഡിസൈൻ എന്ന് പറയുന്നത്. ഇത് CPU സോക്കറ്റാണ് 1151. നമ്മൾ ഈ ക്യാപ്പ് എടുക്കാൻ ശ്രമിക്കരുത്. നമ്മൾ CPU ഇതിൻ്റെ അകത്തോട്ട് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ക്യാപ്പ്, പ്രൊട്ടക്ഷൻ ക്യാപ്പ് പുറത്തേക്ക് വരും. നമുക്ക് CPU ഫാൻ ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള സിസ്റ്റം ഫാൻ ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. വീണ്ടും നമുക്കൊരു അടുത്ത സിസ്റ്റം ഫാൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെയും വരുന്നുണ്ട്. 4 റാം സ്ലോട്ടുണ്ട്. 4 DDR4 റാം സ്ലോട്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ നമുക്ക് മാക്സിമം ഈ ബോർഡ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് 64 GB ആണ്. ഓൾദോ നമ്മുടെ പ്രോസസ്സർ 128 GB വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ബോർഡിൻ്റെ ലിമിറ്റേഷനാണ്. ഇത് 64 GB ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റാം കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരു സ്ലോട്ടിൽ 16 GB വെച്ചിട്ട് 4 സ്ലോട്ട് യൂസ് ചെയ്യാം. ഇത് ഡ്യുവൽ ചാനലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു PCI Express സ്ലോട്ടുണ്ട്. ഇതൊരു എക്സ്പാൻഷൻ സ്ലോട്ടാണ്. ദാറ്റ് മീൻസ് ഗ്രാവിസ് കാർഡ് പോലത്തെ കാർഡുകൾ വെക്കാനായിട്ടുള്ളൊരു സ്ലോട്ടാണിത്. 16x ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. തൊട്ട മുകളിലായിട്ട് നമുക്കൊരു M.2 ഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. M.2 ഡ്രൈവ് കുറേ കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് മീഡിയമാണ്. നമുക്കൊരു റാം ചിപ്പ് കണക്കേ ഇരിക്കും. പക്ഷേ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഈ സ്ക്രൂ അടിച്ചിട്ട് ഇതിൽ ഫിറ്റ് ചെയ്യാണ് ചെയ്യുക. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് മീഡിയമാണ്. പക്ഷേ ഈ മദർ ബോർഡിനകത്ത് നമുക്ക് ഒരു M.2 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും OSന് വേണ്ടിയിട്ട് ആ ഡ്രൈവ് യൂസ് ചെയ്യാം. പക്ഷേ നമുക്കത് ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഡ്രൈവ്സും സാറ്റയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് 2 ചെറിയ PC Express സ്ലോട്ട് കൂടി വരുന്നുണ്ട്. ഒരു 4Xും ഒരു 1X സ്ലോട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ B365 എന്ന് പറഞ്ഞ ചിപ്സെറ്റ്. അപ്പോൾ അതിനൊരു ഹീറ്റ് സിങ്ക് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടാവുന്നതുകൊണ്ട് തന്നെ. നെക്സ്റ്റ് നമുക്ക് ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ SMBSൻ്റെ മെയിൻ പവർ കണക്ടർ 24 പിൻ പവർ കണക്ടർ കൊടുക്കുന്നത്. നമുക്ക് സാറ്റ പോർട്ടുകൾ, നമ്മുടെ ഹാർഡ് ഡിസ്കുകൾ കൊടുക്കാനുള്ള സാറ്റ പോർട്ടുകൾ 4 എണ്ണം ഇവിടെ വരുന്നുണ്ട്. പ്ലസ് 2 എണ്ണം നമുക്ക് താഴെയാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ട് പാനൽ കണക്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. പവർ റീസെറ്റ്, ഹാർഡ് ഡിസ്കിൻ്റെ LED, അതേപോലെ പവർ LED തുടങ്ങിയ കാര്യങ്ങൾ. ഒരു സിസ്റ്റം ഫാനിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മൊഡ്യൂൾ, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മൊഡ്യൂൾ കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. 2 USB 2.0 പോർട്ട് വരുന്നുണ്ട്. നമുക്കൊരു LPT പോർട്ടാണ് ഈ വരുന്നത്. നെക്സ്റ്റ് നമുക്കൊരു കോം പോർട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഫ്രണ്ട് പാനൽ ഓഡിയോയുടെ കണക്ഷനാണ്. ഇത്രയും ബേസിക് ആയിട്ടുള്ള കണക്ഷൻസാണ് ഈ മദർ ബോർഡിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്കിനി മദർ ബോർഡിൻ്റെ റിയർ സൈഡ് ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ മദർ ബോർഡിൻ്റെ റിയർ പോർട്ടുകൾ വരുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് ഒരു PS2 കോംബി ജാക്ക് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് മൗസും കീബോർഡും ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു കണക്ടറാണ്. അപ്പോൾ നമുക്കൊരു കൺവേർട്ടർ വേണ്ടി വരും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് 2 USB 2.0യുടെ കണക്ഷൻസാണ്. അടുത്തായിട്ട് നമുക്ക് ഒരു DVI പോർട്ട് വരുന്നുണ്ട്. DVI D ആണ് വരുന്നത്. DVI ഡിജിറ്റൽ പോർട്ടാണ് വരുന്നത്. നെക്സ്റ്റ് നമുക്കൊരു ഗുഡ് ഓൾഡ് VGA പോർട്ട് വരുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്കൊരു HDMI പോർട്ട് വരുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് 3 ഡിസ്പ്ലേ പോർട്ട് എടുക്കാം. ഈ 3 ഡിസ്പ്ലേ ഔട്ടും വരുന്നത് നമ്മുടെ പ്രോസസ്സറിൻ്റെ ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ടാണ്. സോ നമ്മൾ എടുക്കുന്ന പ്രോസസ്സറിനകത്ത് ഗ്രാഫിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ 3 ഔട്ടുകൾ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എടുത്തിരിക്കുന്ന പ്രോസസ്സർ 9400F ആണ്. ഇൻറ്റേർണലി ഗ്രാഫിക്സ് ഇല്ല. കാര്യം നമ്മൾ സെപ്പറേറ്റ് ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് 2 USB 3.0യുടെ പോർട്ടാണ് ഇവിടെ വരുന്നത്. ഇതും USB 3.0 ആണ്. ഇപ്പോൾ USB 3.1 Gen 1 എന്നാണ് ഈ 3.0യുടെ പോർട്ടുകൾ പറയുന്നത്. നമുക്ക് 5 GB per second ആണ് മാക്സിമം ട്രാൻസ്ഫർ റേറ്റ് വരുന്നത്. നമുക്കൊരു 1 GB per second ഈതർനെറ്റ് പോർട്ട് വരുന്നുണ്ട്. ഒരു 5.1 ചാനൽ നമുക്ക് ഓഡിയോ എടുക്കാനുള്ള ഓപ്ഷനും ഇവിടെ വരുന്നുണ്ട്. സോ ഇതിൽ തന്നെ നമുക്ക് ലൈൻ ഇൻപുട്ടും അതുപോലെ തന്നെ മൈക്ക് ഇൻപുട്ടും കൊടുക്കാം. അത് നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് റിയർ പോർട്ടുകൾ വരുന്നത്. സോ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു മദർ ബോർഡാണ്. നമുക്ക് അത്യാവശ്യം പോർട്ടുകളുണ്ട്, അത്യാവശ്യം USB പോർട്ടുകളുണ്ട്. അത് മാത്രമല്ല നമുക്ക് USB പോർട്ടുകൾ നമുക്ക് ഇവിടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് 2 USB പോർട്ടുകൾ കിട്ടും. മദർ ബോർഡിൽ ഹെഡറുണ്ട്. നമുക്ക് അതുപോലെ തന്നെ USB 2.0യുടെ പോർട്ടുകൾ നമുക്ക് 2 എണ്ണം വീതം ഇവിടെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഈ മദർ ബോർഡിലുള്ള അതർ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഡ്യുവൽ ബയോസ് ആണ്. ഇപ്പോൾ ഡ്യുവൽ ബയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മദർ ബോർഡിൽ 2 ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റത്തിൻ്റെ ചിപ്സെറ്റ് ഉണ്ട്.
അപ്പോൾ ഒരു ബയോസ് നമുക്ക് ഓവർക്ലോക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഒരു ബയോസ് നമുക്ക് ഡെഡായി പോവുക അല്ലെങ്കിൽ ലോക്കായി പോവുകയോ അല്ലെങ്കിൽ സ്റ്റക്കായി പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ബയോസിലേക്ക് ടേക്ക് ഓവർ ചെയ്തിട്ട് സിസ്റ്റം ബൂട്ടാവും. സോ അതൊരു നല്ല സ്റ്റെബിലിറ്റി ഫീച്ചറാണ്. അത് മാത്രമല്ല നമുക്ക് ഈ ഡ്യുവൽ ബയോസ് നമുക്ക് ഒരു ബയോസ് ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളിതിൽ ബയോസ് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യങ്ങൾ വരും. ചിലപ്പോൾ പുതിയ ഫീച്ചേഴ്സ് വരുന്ന സമയത്തോ പുതിയ കമ്പാറ്റബിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. സോ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ബയോസ് അഥവാ ഫ്ലാഷ് ചെയ്യുമ്പോൾ സ്റ്റോപ്പായി പോകും, നമ്മുടെ പവർ സപ്ലൈ നഷ്ടപ്പെട്ട് പോകുന്നെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും മറ്റേ ബയോസിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ബൂട്ടായി പോകാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഫീച്ചർ ജിഗാബൈറ്റിൻ്റെ മദർ ബോർഡ്സ് ആണ് ഞാൻ മെയിനായിട്ട് കണ്ടിട്ടുള്ളത് ഈ ഡ്യുവൽ ബയോസ് എന്ന് പറഞ്ഞ ഫീച്ചർ കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്കിവിടെ ഓഡിയോ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഓഡിയോ കപ്പാസിറ്റേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓഡിയോ നോയ്സ് ഗാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്കപ്പോൾ ഓഡിയോയുടെ ചിപ്പിൽ നിന്നുള്ള നോയ്സ് അല്ലെങ്കിൽ മറ്റുള്ള അതർ ഇൻ്റർഫറൻസ് ഓഡിയോയുടെ ചിപ്പിലേക്ക് കടക്കാത്ത രീതിയിലാണ് അവരവിടെ ഒരു ബ്ലോക്കിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല സോളിഡ് കപ്പാസിറ്റേഴ്സാണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്, ക്വാളിറ്റിയുള്ള കപ്പാസിറ്റേഴ്സാണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മദർ ബോർഡിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഫീച്ചർ സെറ്റുള്ള ഒരു നല്ല മോഡാണ്. 3 year വാറണ്ടിയാണ് ജിഗാബൈറ്റ് ഇതിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. 4 RAM സ്ലോട്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ പ്രൂഫാണ്. നമുക്ക് 6 ഹാർഡ് ഡിസ്ക് വരെ കണക്ട് ചെയ്യാം. നമുക്കൊരു സിംഗിൾ M.2 എക്സ്പാൻഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല, പക്ഷേ നമ്മളത് ഫ്യൂച്ചറിൽ ഈ ഒരു സ്ലോട്ട് യൂസ് ചെയ്യും. നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ടുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ. അതുപോലെ തന്നെ PCI Express 16 ഉണ്ട്. അല്ലാതെയുള്ള PCI Express 2 സ്ലോട്ടുകൾ നമുക്കുണ്ട്. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാർഡുകൾ, ക്യാപ്ചർ കാർഡുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാർഡുകളോ നമുക്ക് PCI Expressൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലോട്ടുണ്ട് കണക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മെയിൻ ഗ്രാഫിക്സ് കാർഡിനുള്ള PCI Express 16 സ്ലോട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള USB 3 പോർട്ടുകളുണ്ട്. നമുക്ക് പുതിയ USB 3.1 Gen 2 പോർട്ടുകൾ, USB-C പോർട്ട് വരുന്നില്ല, പക്ഷേ നോർമൽ കേസിൽ നമുക്കത് ആവശ്യം വരുന്നില്ല. USB 3.0 പോർട്ടുകൾ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും മദർ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ഇനി ബിൽഡായിരിക്കും. നമ്മൾ ടോട്ടൽ ബിൽഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മളിനി അപ്ലോഡ് ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.